നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ LDF വലിയ തോൽവി ഏറ്റുവാങ്ങാൻ കാരണങ്ങളിൽ ഒന്ന് PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. അൻവർ ഇഫക്ട് അല്ലെന്ന് വാദിച്ച CPM വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ അൻവറിന്റെ വില മനസ്സിലാക്കുന്നുണ്ടാവും. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തി എന്ന നിലയിൽ അൻവർ പിടിച്ച വോട്ടുകൾ ഒന്നുപോലും ചോരാതെ അൻവറിൽ തന്നെ എത്തിയിട്ടുണ്ട്. CPM വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ പോത്തുകല്ല്, വഴിക്കടവ് പോലുള്ള സ്ഥലങ്ങളിൽ അൻവറാണ് CPM വോട്ടുകൾ പിടിച്ചെടുത്ത് കോൺഗ്രസിന് വഴിയൊരുക്കിയത്. CPM സ്ഥാനാർത്ഥി M സ്വരാജിന്റെ സ്ഥലമായ പോത്തുകല്ലിൽ 1500 വോട്ടിന്റെ ഭൂരിപക്ഷം LDF പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ അൻവർ ഇഫക്ട് എവിടെയും LDFന് പാരയായി മാറി. CPM വോട്ടുകൾ അൻവർ പിടിച്ചെടുത്തപ്പോൾ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ അൻവറിനും സ്വരാജിനും സാധിച്ചില്ല. ആര്യാടൻ ഷൗക്കത്ത് വോട്ടിങ്ങിന്റെ തുടക്കം മുതൽ ഉണ്ടാക്കിയ ഓളം പോത്തുകല്ലിലും ആര്യാടൻ തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി അടക്കം ഇവിടെ പ്രചാരണങ്ങളിൽ സജീവമായി നിന്നതിന്റെ ഗുണം കോൺഗ്രസിന് കിട്ടി. പോത്തുകല്ല് എണ്ണുമ്പോഴേക്കും അൻവർ പിടിച്ച വോട്ട് 10,000 കടന്നിരുന്നു. ഇതോടെ അൻവർ CPM വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയെന്ന് ഉറപ്പിക്കാൻ സാധിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച PV അൻവറിനെ തുണച്ച പഞ്ചായത്താണ് പോത്തുകല്ല്. ഇവിടെ ആദിവാസി മേഖലകളിൽ മാത്രം 30,000-ലധികം വോട്ടർമാരാണുള്ളത്. LDF സർക്കാരിന്റെ അവഗണന നേരിട്ട ആദിവാസി വിഭാഗം കടുത്ത അമർഷത്തിലാണ്. ആ വിരോധം വോട്ടായി മാറുന്ന കാഴ്ചയും പോത്തുകല്ലിൽ കണ്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ടെത്തി ആദിവാസി വിഭാഗവുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഇതിനു പുറമെ ആര്യാടൻ ഷൗക്കത്തും ഇവിടെ എത്തി ആദിവാസികളുമായി കൂടിക്കാഴ്ച നടത്തി. പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി അന്തി ഉറങ്ങുന്ന കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നും ആ ദുരിതകാലത്തിന് അറുതി വരുത്തണമെന്നും ഷൗക്കത്ത് ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പ് ആദിവാസി വിഭാഗം മുഖവിലേക്ക് എടുത്തു എന്ന് കാണാം. ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിച്ച ഉപതെരഞ്ഞെടുപ്പാണ് ഇതെന്ന് വ്യക്തമാക്കുന്ന ബലം കൂടിയാണ് നിലമ്പൂരിൽ നിന്ന് വരുന്നത്. എന്തായാലും CPMന്റെ പതനം അൻവർ UDF ബന്ധത്തിന് വീണ്ടും സാധ്യതകൾ നൽകുന്നു. അൻവറിന്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രകടനത്തിൽ നിന്ന് അത് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ UDFനൊപ്പം മുന്നോട്ടു പോകാൻ സാഹചര്യമുണ്ടെങ്കിൽ അതിന് തയ്യാറാണെന്ന് അറിയിച്ച് ആദ്യം രംഗത്ത് വന്നത് PV അൻവറാണ്. അൻവർ UDFന്റെ വോട്ട് പിടിക്കുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വരരുത് എന്നും അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നും PV അൻവർ പറഞ്ഞു. പിണറായിസത്തിനെതിരെയുള്ള വോട്ടുകളാണ് പിടിക്കുന്നത്. അത് ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് UDF ആണ്. ഇത്രയും MLAമാരും മന്ത്രിമാരും തലകുത്തി നിന്നിട്ടും 40% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 10,000 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. മലയോര കർഷകരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാതെ ഒരു സർക്കാരിനും 2026 തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാവില്ല എന്നും അൻവർ പറയുന്നുണ്ട്. അൻവറിന് മുന്നിൽ UDF വാതിൽ അടച്ചിട്ടില്ല എന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത്. അൻവർ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ബലം നന്നായേനെ എന്നും സണ്ണി ജോസഫ് പറയുന്നുണ്ട്. ഇത് അൻവറിനുള്ള ശുഭസൂചനയാണ്. എന്നാൽ ഇടഞ്ഞു നിൽക്കുന്ന VD സതീശന്റെ നിലപാടിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമാണ് UDFന്റെ വാതിലുകൾ അൻവറിന് മുന്നിൽ തുറക്കുകയുള്ളൂ എന്നും ഓർക്കേണ്ട കാര്യമാണ്.